നിങ്ങളുടെ ബിസിനസ്സിൽ കുറച്ചുകൂടി കൂടുതൽ ലോഡ് കൊള്ളുന്ന കുറച്ചധികം മൈലേജ് കപ്പാസിറ്റി ഉള്ള എന്നാൽ എല്ലാ ടെറയിലും അതായത് അർബൻ റൂറൽ ഏരിയയിലൊക്കെ നന്നായിട്ട് ഓടിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വാഹനം നോക്കുന്നയാളാണ് എങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു വാഹനമാണ് ഇന്ന് എൻ്റെ കൂടെയുള്ളത്. ടാറ്റ മോട്ടോഴ്സിൻ്റെ കുറച്ചുകൂടി പ്രീമിയം ആയിട്ടുള്ള ഒരു ട്രക്ക് അല്ലെങ്കിൽ ലൈറ്റ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ടാറ്റ ഇൻട്ര V30. ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് AC മോഡലാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ടാറ്റ ഇൻട്ര V30 ഒരു ഓഫ് റോഡിൽ, അതായത് റോഡില്ലാത്തൊരു ഏരിയയിൽ ഓടിക്കുന്ന സമയത്ത് എത്രമാത്രം കംഫർട്ടാണ് എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ടാറ്റ ഇൻട്രയുടെ V30 എന്ന് പറയുന്ന മോഡലിനെ കുറിച്ച് പറയുന്ന സമയത്ത് V10ൻ്റെ മുകളിലും V50യുടെ താഴെയായിട്ടുള്ള ഒരു മോഡലാണ് എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന AC ആണ്, അതുകൊണ്ട് തന്നെ AC സൗകര്യമുണ്ട്. AC ഇല്ലാത്ത നമ്മൾ ഇൻട്ര V30 എന്ന് മാത്രമാണ് വിശേഷിപ്പിക്കുന്നത്. പ്രീമിയം ആയിട്ടുള്ള ഒരു ഡിസൈനാണ്, പ്രീമിയം ക്യാബിനാണ്, അത്യാവശ്യം സ്പേഷ്യസ് ആണ്, ലുക്ക് വൈസ് നല്ല അത്യാവശ്യം ഭയങ്കരമായിട്ടുള്ള റോഡ് പ്രസൻസ് ഉള്ള ഒരു മോഡൽ കൂടിയാണ് ഇൻട്ര V30 എന്ന് പറയാം. ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് ഒരു പാസിംഗ് ത്രൂ ക്യാബിൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ ഒരു ക്യാബിനാണ്. അതുപോലെ തന്നെ D+1 ഡ്രൈവറും പിന്നെ ഒരു പാസഞ്ചർക്കും ഇരിക്കാം. ഇവിടെ ഒരു സൗകര്യമുണ്ട്, വേണമെങ്കിൽ ഒരാൾക്ക് ഇരിക്കാം. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ AC-യുടെ പാനൽസ്, അതുപോലെ തന്നെ ചെറിയ മ്യൂസിക് കേൾക്കാനുള്ള സൗകര്യം, പിന്നെ വളരെ ലൈറ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീൽ, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ കാണാം. കുറച്ചും കൂടി ഒരു എന്താ പറയുക, കൊമേഴ്ഷ്യൽ വെഹിക്കിൾ എന്നുള്ളതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രൂപത്തിലാണ് ഇൻറ്റീരിയർ കാണുമ്പോൾ ഫീൽ ചെയ്തത്. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊരു മൈലേജ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള കുറച്ചുകൂടി പേലോഡ് കപ്പാസിറ്റി ഉള്ള എന്നാൽ ബഡ്ജറ്റീവ് ആയിട്ടുള്ള ഒരു വാഹനമാണ് നോക്കുന്നതെങ്കിൽ ഇൻട്രയാണ് നല്ലതെന്ന് പറയാനുള്ള ഒരു കാരണം ഈ ഒരു കാർഗോ സ്പേസ് തന്നെയാണെന്ന് പറയാം. 1300 കിലോഗ്രാം കപ്പാസിറ്റി ഉള്ള, അതായത് 1 ടൺ എബോവ് ക്യാരിയിങ് കപ്പാസിറ്റി ഉള്ള ഒരു മോഡലാണ് ടാറ്റ ഇൻട്ര V30 എന്ന് പറയാം. അപ്പോൾ നമ്മളുടെ ബിസിനസ്സിൽ ഒരു 1 ടൺ ക്യാരി ചെയ്യാനുള്ള ഒരു ആവശ്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു മോഡലാണ്. 7,60,000 രൂപയാണ് ഈ വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. നല്ല പ്രൈസിങ് അല്ലേ, കൊള്ളാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡ്രൈവ് ചെയ്യുന്ന സമയത്തുള്ള ഫീലുകളാണ്. പ്രത്യേകിച്ച് നമ്മൾ നോക്കുന്നത് മോശം ടെറയിൽ ഓടിക്കുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം കൂടി പറയാം, ഈ വാഹനത്തിന് ലീഫ് സസ്പെൻഷനുകളാണ്. ആ ലീഫ് സസ്പെൻഷൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനം വെയിറ്റ് ഇല്ലാത്ത സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു കംഫർട്ട് കാര്യങ്ങളൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യരുത്. പക്ഷേ വെയിറ്റ് ഉണ്ടാകുമ്പോഴാണ് ശരിക്കും ഇതിൻ്റെ കംഫർട്ട്. അപ്പോൾ ആ ഒരു കാര്യം ആദ്യം പറയേണ്ട ഒരു കാരണം, ഇപ്പോൾ നമ്മളിത് ഓടിക്കുന്നത് വെയിറ്റ് ഇല്ലാതെയാണ് എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ആ സമയത്തുള്ള ഫീലുകളാണ് എക്സ്പ്ലെയിൻ ചെയ്ത്. അപ്പോൾ നമുക്കൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. അപ്പോഴേ നമ്മളിതാ ഇൻട്ര V30 ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത റോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ കാണാം കേട്ടോ, അത്യാവശ്യം മോശമായിട്ടുള്ള ഒരു റൂട്ടിലൂടെയാണ് നമ്മൾ പോകുന്നത്. ആ റൂട്ടിനകത്ത് ഓടിക്കുന്ന സമയത്ത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഫീലാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. അത് നമുക്ക് പോയി നോക്കാം. അടിപൊളി, അത്യാവശ്യം എക്സ്പെക്ട് ചെയ്തതിനേക്കാളും മോശമാണ് റോഡ്. സംഭവം കുഴപ്പമൊന്നുമില്ല, അതായത് ഭയങ്കരമായിട്ടുള്ള കഴിമുഴകളാണ് റോട്ടിനകത്തുള്ളത്. പക്ഷെ അത് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല, ഒരു പരിധി വരെ ബാലൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഫീൽ കിട്ടുന്നുണ്ട് കേട്ടോ. ശരിക്കും ഒരു ചെറിയ ഇറക്കം പോലത്താണ്. അവിടെ ബ്രേക്ക് പിടിച്ചാൽ നിർത്തി സ്ലിപ്പ് ആവുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കൺട്രോൾ പോകുന്ന പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല. ബാക്കിൽ ഡ്രം ബ്രേക്കും അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും ആണ് നമുക്കുള്ളത്. പിന്നെ എഞ്ചിനെ കുറിച്ച് കൂടി പറയാം. എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്കൊരു 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിനകത്ത് വരുന്നത്. ഏകദേശം ഒരു 17 km/ലിറ്റർ ഒക്കെ ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി നമുക്ക് കിട്ടും. ഇനി നമ്മൾ വീണ്ടും മുന്നോട്ട് പോവാണ്. റോഡ് നോക്കിയാൽ റോഡ് ശരിക്കും നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള റോഡാണ്. ശരിക്കും അവിടെ റോഡ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഓഫ് റോഡ് എന്ന് വിളിച്ചത്. പക്ഷെ എന്നാലും വലിയ കുഴപ്പമൊന്നും കിട്ടും. നമ്മളെ AC ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അതൊന്നും വലിയൊരു ബുദ്ധിമുട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. AC ഉള്ളതുകൊണ്ട് ഒരു വലിവിൻ്റെ പ്രശ്നം അങ്ങനെയൊന്നും നമുക്ക് ഫീൽ ചെയ്തില്ല. എക്ക മോഡലല്ല, നോർമൽ മോഡലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 7-8 പോകുന്നത്. അതിൽ കൂടുതൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാമറ ഇളകുന്നുള്ളതുകൊണ്ടാണ് പോകാത്തത്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 20 സ്പീഡ് വരെയൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ വലിച്ചുകൊണ്ട് പോകുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല, അതൊന്നും ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ ഞാൻ ഇളക്കുന്നുണ്ട്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇളക്കമില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ അതിനേക്കാളും മോശത്തിൽ ശരിക്കും വണ്ടി ഇളകുന്നുണ്ട്. അത് കുറച്ചും കൂടി എനിക്ക് ബാലൻസ് ചെയ്തിട്ടാണ് ഇതിലേക്ക് കിട്ടുന്നത്. അപ്പോൾ അത്യാവശ്യം കംഫർട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഹെഡൊന്നും ഭയങ്കരമായിട്ട് കുലുങ്ങിയിട്ട് അസ്വസ്ഥത ഉണ്ടാക്കുന്നില്ല, അതുകൂടി എടുത്ത് പറയേണ്ടതാണ്. പ്രത്യേകിച്ച് എനിക്ക് ഓവറായിട്ട് തല അടങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. പക്ഷെ അതും എനിക്കൊരു പ്രശ്നമില്ല കേട്ടോ. അതായത് തലേനെടുത്തിട്ട് അങ്ങോട്ട് അടിച്ചിട്ടുണ്ടാവുന്നൊരു പ്രശ്നമില്ല, അതൊന്നുമില്ല. വണ്ടി ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് ജെർക്കാവുന്നുണ്ട്. അത് കുറച്ചും കൂടി കംഫർട്ടായിട്ടാണ് വാഹനത്തിനകത്തേക്ക് നമുക്ക് കിട്ടുന്നത്. കൊള്ളാം, സംഭവം അടിപൊളി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിലപ്പോൾ നമ്മൾ ചെറിയ ഇറക്കിറങ്ങിയില്ല, അവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം ഇത് കയറ്റാണ്. ഈ കയറ്റത്തിലേക്കാണ് നമ്മൾ കയറ്റാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഫീലിംഗ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. കുഴപ്പമൊന്നുമില്ല, വലിഞ്ഞ് കയറുന്നുണ്ട്. ഇപ്പൊ ഈ ഇളകുന്ന ഇത് കുറച്ചും കൂടി ഇളക്കം കുറവാകും. എപ്പോന്നറിയോ,
വെയിറ്റ് വരുന്ന സമയത്ത് ഇത്ര ഇളകില്ല. നമ്മളെ ഈ എന്താണ് ഇത് കണ്ട സമയത്ത്, അതായത് ആ ഒരു റോഡിന്റെ അവസ്ഥ കണ്ട സമയത്ത് ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു കാര്യം പറയാം, സത്യസന്ധമായിട്ട് പറയണേ. നമ്മൾ പറയുന്നത് ലീഫ് സ്പ്രിംഗ് ആണെന്നുള്ളത്. ഈ ലീഫ് സ്പ്രിംഗ് സസ്പെൻഷൻ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വെയിറ്റ് ഉള്ള സമയത്ത് ഭയങ്കര കംഫർട്ട് ആയിരിക്കും, വെയിറ്റ് ഇല്ലെങ്കിൽ അത്ര കംഫർട്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ വേറൊരു പ്രശ്നം കൂടി, ഇപ്പൊ നമ്മൾ യൂസേഴ്സിന്റെ അടുത്തൊക്കെ സംസാരിച്ച സമയത്ത് നമുക്ക് കിട്ടിയൊരു ഫീഡ്ബാക്ക് ഒക്കെ വെച്ചിട്ട് വെയിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ ബാക്ക് വീല് കറങ്ങുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷെ സത്യമായിട്ട് പറയാം, ബാക്ക് വീല് കറങ്ങില്ല. ഞങ്ങൾക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാം, എവിടെയും നമുക്ക് ഫോൾട്ട് വരാതെ തന്നെ നമുക്ക് കയറി വരാൻ പറ്റി. കൊള്ളാം. അപ്പോൾ വെയിറ്റ് ഒക്കെ വെച്ചിട്ട് ഒരു ഓഫ് റോഡ് കയറുന്ന സമയത്ത് എന്തായിരിക്കും അവസ്ഥ? സൂപ്പർ ആയിരിക്കും, നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. ഫ്യൂവല് ഞാൻ പറഞ്ഞു 17 കിലോമീറ്റർ കിട്ടും. 1.5 ലിറ്റർ എഞ്ചിനാണ്, 1300 പേലോഡ് കപ്പാസിറ്റി ഉണ്ട്. ഇതേപോലെ തന്നെ ക്യാബിൻ സ്പേസ് കാര്യങ്ങളൊക്കെ അത്യാവശ്യമുണ്ട്. ഒരു പ്രീമിയം ലുക്കാണ്, നൈസ് റോഡ് പ്രസൻസ് ആണ്. 7,60,000 രൂപ മാത്രമേ വിലയുള്ളൂ. ഒരു കൊമേഴ്ഷ്യൽ വെഹിക്കിൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവരെ ഹാപ്പി ആക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അതല്ലേ. ഇപ്പൊ നമ്മൾ ഈ വാഹനമായിട്ടേ ഒരു നല്ല ഹൈവേയിൽ എത്തിയിട്ടുണ്ട്. റോഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഫിനിഷ് ആയിട്ടുള്ള ഒരു നല്ല ഹൈവേ. ഇവിടെ ഓടിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കാം ആൻഡ് ക്വൈറ്റ് ഡ്രൈവാണ്. സ്റ്റിയറിംഗ് വീലിന്റെ ആ ഒരു അഡ്വാൻറ്റേജ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് ഒരു വിരലിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം. വ്യത്യാസം ഒരു വിരലിട്ട് കൺട്രോൾ ചെയ്യണം എന്നല്ല ഉദ്ദേശിച്ചത്. അത്രയും സ്മൂത്ത് ആണ്. ഒരു അവതരം ഇപ്പോൾ ഉണ്ടോ, ഒരു ഇളക്കവും ഇല്ല. നമ്മളൊരു സാധാരണഗതിയിലൊരു കാർ, അതായത് ഒക്കെ ഓടിക്കുന്ന ഒരു ഫീലോട് കൂടി നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം ക്യാബിനൊക്കെ ഭയങ്കര സൈലന്റ് ആണ്. നേരത്തെ ഇളക്കം കൊണ്ടുണ്ടാവുന്ന ശബ്ദങ്ങളൊന്നും തന്നെ ഇതിനകത്ത് വരാനില്ല. അപ്പം ഓഫ് റോഡിൽ അത്യാവശ്യം നന്നായിട്ട് ഓടിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഓൺ റോഡിൽ ഭയങ്കര കംഫർട്ടായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും. ആ തരത്തിലാണ് ടാറ്റയുടെ ഇൻട്രാ V30 ക്രമീകരിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്കോ മോഡുണ്ട്, അതായത് കുറച്ചുകൂടി എക്കണോമിക്കലായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഗിയർ ചേഞ്ചിങ്, ഇപ്പോൾ നമുക്ക് ഗിയർ ചേഞ്ചിങ് ഇൻഡിക്കേഷൻ ആണ് വന്നത്. ആ ബീപ്പ് സൗണ്ട് ഉണ്ട്. അങ്ങനെ അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും. പിന്നെ ഇപ്പം ക്യാബിൻ അത്യാവശ്യം കൂൾഡാണ്, AC ഉണ്ട്. കൊള്ളാലോ, നല്ല അടിപൊളിയല്ലേ. അപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ വെഹിക്കിൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് പറ്റിയ കാര്യങ്ങളൊക്കെ തന്നെയും ഇതിനകത്ത് ബഡ്ജറ്റീവായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇൻട്രയുടെ മറ്റൊരു വലിയ പ്രത്യേകത. എപ്പോഴും ചെക്ക് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു ഭാഗമാണ് ഈ ഒരു പാസഞ്ചർ സൈഡ് ക്യാബിൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന ഏരിയ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല മോശം റോഡിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഉള്ളൊരു ഫീലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നല്ലൊരു കട്ടറിയാടി, പക്ഷെ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല കൺട്രോൾഡാണ്. ശരിക്കും ഡ്രൈവർ സൈഡാണോ അതോ ഇപ്പോൾ ഇരിക്കുന്ന പാസഞ്ചർ സൈഡാണോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രൈവർ സൈഡാണ്. പക്ഷേ അത് എൻ്റെ ഫീലാണ്, അല്ലാതെ കംഫർട്ടിൻ്റെ വ്യത്യാസമല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു ലോഡുമായിട്ട് നമ്മളൊരു മോശം ടെറയിലേക്ക് പോകുന്ന സമയത്താണെങ്കിൽ പോലും പാസഞ്ചർ, ഇപ്പോൾ ഈ റോഡൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്, അത്യാവശ്യം വളരെ മോശമായിട്ടുള്ള ഒരു റോഡ്, വർക്ക് നടക്കുന്നു, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ഒരു റോഡിലേക്കാണെങ്കിൽ പോലും പാസഞ്ചറും, അതായത് കൂടെ ഇപ്പോൾ എന്തായാലും ലോഡിട്ട് പോകുന്ന സമയത്ത് ഒരു ക്ലീനർ എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു അസിസ്റ്റന്റിന്റെ സഹായം എപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പോൾ അയാൾക്കും ഭയങ്കര കംഫർട്ടായിട്ട് ഇരിക്കാൻ കഴിയുന്ന തരത്തിൽ തന്നെയാണ് ഇതിന്റെ പാസഞ്ചർ സൈഡിനെ ക്രമീകരിച്ചിട്ടുള്ളത്. അതും നല്ലൊരു ഫീൽ ഗുഡാണ്. അപ്പോൾ ഇതാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഇൻട്രാ V30 എന്ന് പറയുന്ന മോഡൽ. അതായത് V30 AC എന്ന് പറയുന്ന ഈ ഒരു വാഹനം ഓഫ് റോഡിൽ, അതായത് റോഡില്ലാത്തൊരു പ്രതലത്തിലൂടെ അല്ലെങ്കിൽ ഒരു റഫ് ടെറയിലൂടെ അല്ലെങ്കിൽ ഒരു മോശം സിറ്റുവേഷനിൽ ഓടിക്കുന്ന സമയത്തുള്ള ഫീലിങ്ങുകൾ ഡ്രൈവറുടെ സീറ്റിലും അതുപോലെ തന്നെ കോ ഡ്രൈവറുടെ സീറ്റിലും ഇരുന്ന് ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ് ഇത്ര നേരം നിങ്ങളോട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ട്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്. താങ്ക്സ് ടു കാപ്സ് മോട്ടോഴ്സ് ഫോർ ദിസ് വെഹിക്കിൾ.